ഇത് കണ്ടില്ലേ ഈ വണ്ടി എത്ര വണ്ടി തട്ടിക്കണത്. ഇന്നലെ ഈ ഭാഗത്തെവിടെ ഒരു വളവിന്നേ വൈത്തിരി ചുണ്ട റോഡാണിത്. ഏതോ ഒരു വളവിന്റെ വണ്ടിന്റെ ഗ്ലാസ് മരത്തുമ്പോ തട്ടി അപകടം ഉണ്ടായി. ഭാഗ്യത്തിന് ഗ്ലാസ് പൊട്ടിയില്ല എന്ന് മാത്രമല്ല ഒന്നായിട്ടാണ് അങ്ങോട്ടാണ് ഇതായത്. നന്നായി. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നപ്പോ വെട്ടിച്ചതാണ്. അപ്പൊ അതൊന്ന് ഇവിടുന്ന് റെഡിയാക്കണം. വണ്ടിയിൽ ചെറിയൊരു കത്തി ഞാൻ വെച്ച് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ കയറിയിട്ട് ഒന്ന് വെട്ടി റെഡിയാക്കി വെക്കണം. വഴിയിലെ തടസ്സങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമ്മളെ തടസ്സം പഠിച്ചോ മാറ്റി തരുന്നതാണല്ലോ. അത് കണ്ടോ റോഡ് നമുക്ക് തള്ളിക്കണോക്കാം കണ്ടോ. സുഹൃത്തുക്കളെ, വൈത്തിരുന്ന് ചുണ്ട പോണ വൈക്കുക അമ്മാറ സിബ്ലൈൻ്റെ ആ വളവിലാട്ടതുള്ളത്. ഇന്നലെ ഞാൻ കൽപ്പറ്റ പോകുമ്പോൾ എൻ്റെ വണ്ടിൻ്റെ കാറിൻ്റെ ഗ്ലാസ്സുമ്മ തട്ടിയ ഒരു മരമാണ് തൂങ്ങി നിൽക്കുന്നത്. ഒരാൾക്ക് അതിൽ നടന്നു പോകാനും വയ്യ. വളവാണ്. ബൈക്കൊക്കെ തട്ടിക്കഴിഞ്ഞാലും വീണിട്ട് എന്തെങ്കിലും അപകടം പറ്റാൻ ഇത് മതി. അപ്പോൾ ഞാനത് കണ്ടറിഞ്ഞ് ഇന്നിപ്പോൾ ആ ബൈക്ക് പണിക്ക് പോയപ്പോൾ ഒരു കത്തിയൊക്കെ വണ്ടിയിൽ കരുതി അതിനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അതാണ് ആ സംഭവം. അടി ആദ്യം തന്നെ മൊത്തിക്കൂടി. ഈ സംഭവം കണ്ട ഈ റോഡ് വെള്ള വരമ്പല അതുണ്ട്. ഒന്നും ആരും ശ്രദ്ധിക്കില്ല. നമ്മളാൽ കഴിയുന്നൊരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ചു. നടന്നു പോകാനും വയ്യ. ഇത് കണ്ടില്ലേ ഈ വണ്ടി എത്ര വണ്ടി തട്ടിക്കണത്. ഉള്ളു ഇതായിക്കണേ. കണ്ടിട്ട് തിരിഞ്ഞൊക്കെ പറ്റില്ല നമുക്ക്. ഇത്രേ ഉള്ളു കാര്യം. അത് ഇന്നലെ ഈ സൈഡില് ഒരാളും കൂടി ഉണ്ടെങ്കിൽ അയാളെ ഞാൻ അടിച്ചിട്ടുണ്ട് ചെയ്തു. കൊയങ്ങി പോയി. തലവേദന കളി. കാരണം വർക്ക് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇതാ കഴിയുമ്പോൾ ഒരു മുള്ളും കുത്തി. 6-ാം മാസം മുള്ളു. ആ മുള്ളു കുത്തി 6 മാസം കിടക്കേണ്ടി വരുന്നൊക്കെ പണ്ട് പറഞ്ഞത്. ഏതായാലും ഇപ്പൊ ആ ഭാഗം ക്ലിയറായി. മറ്റൊരാൾ നടന്നു പോകുമ്പോഴൊക്കെ അവിടെ ആളുണ്ടെങ്കിലേ അങ്ങനെ ഭാഗ്യം കൊണ്ട് ഒരാൾ അവിടെ ഞാൻ ഇന്നലെ ഒറ്റ വെട്ടിക്കലാണ് വെട്ടിച്ച. ക്ലാസ് കഴിയുമ്പോൾ തട്ടിയിട്ട് ക്ലാസ്സിൽ മടങ്ങിയിട്ടുള്ളൂ. പൊട്ടിയില്ല. ഇവിടെ ഉണ്ടോ നോക്കട്ടെ ഇനി.